മണി പ്ലാന്റ് പറിക്കാനിറങ്ങിയാൽ ഞങ്ങൾ ആദ്യം കേസരി ഉണ്ടാക്കി കഴിച്ചതിന് ശേഷമാണ് കേട്ടോ അതെ ഇപ്പം നമ്മൾ വീണ്ടും മണി പ്ലാന്റ് പറിക്കാൻ വന്നിരിക്കുന്നത്. മണി പ്ലാന്റ് പറിക്കണം എന്ന് പറഞ്ഞ് വന്നപ്പോഴാണ് ചെമ്പരത്തി കണ്ട് ആ വഴി അങ്ങ് പോയത്. അതിനുശേഷം ഞങ്ങളത് ഇത് പറിക്കാൻ വേണ്ടിയുള്ള മണി പ്ലാന്റ് കണ്ടൊരുമാനം വീട്ടിൽ പല സൈസിൽ ഇങ്ങനെ വീടിൻ്റെ മുറ്റത്തല്ല വീടിൻ്റെ തൊട്ടപ്പോൾ വെയിലിയുടെ പുറത്ത് ഇങ്ങനെ കുറേ കിടക്കുന്നുണ്ട്. അപ്പോൾ ഇത് പറിക്കാൻ വന്നപ്പോൾ അമ്മ ഓടി വന്നു, എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ ഇതിങ്ങനെ അകത്ത് വയ്ക്കാനാണ്, വേറെ സെറ്റ് ചെയ്യാനാണെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളുടെ എല്ലാ വട്ടികൾക്കും കൂട്ടി നിൽക്കുന്ന ഒരേ ഒരാളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മയാണ്, എന്തെന്നാണെന്ന് പറഞ്ഞാലും. അപ്പോൾ ചിന്നു ഇത് പറിക്കാനുണ്ട്. പുള്ളിക്കാരിക്ക് ഓൾറെഡി ഇങ്ങനെ പൂന്തോട്ടം, പൂവ് അല്ലെങ്കിൽ ചെടി വെക്കൽ, പച്ചക്കറി തോട്ടം അതൊക്കെ വലിയ ഇഷ്ടമുള്ള ആളാണ്. പക്ഷേ സമയമില്ല, തീരെ സമയമില്ല കേട്ടോ. പണി കഴിഞ്ഞിട്ട് നേരില്ല എന്ന് പറഞ്ഞാൽ, പണി കഴിഞ്ഞിട്ട് കാശിക്ക് പോകാൻ നേരില്ല എന്ന് നമ്മൾ പറയില്ല, അലക്കൊഴിഞ്ഞിട്ടാണ് കേട്ടോ, പണി കഴിഞ്ഞിട്ടല്ല. അമ്മയുടെ കാര്യത്തിലാണെങ്കിൽ പണി കഴിഞ്ഞിട്ടും ചിന്നുവിൻ്റെ കാര്യത്തിലാണെങ്കിൽ അലക്കൊഴിഞ്ഞിട്ടും പറഞ്ഞ് നമ്മൾ ദിശ മാറിപ്പോകുന്നേ. അപ്പോൾ നമ്മൾ പറഞ്ഞു തന്ന മണി പ്ലാന്റിനെ പറ്റിയായിരുന്നു. അപ്പോൾ ചിന്നു ഇത് പറിക്കാൻ ഭയങ്കര സ്ട്രോങ് ആയിട്ട് ആ മരത്തിൽ അങ്ങനെ പറ്റി നിൽക്കുമായിരുന്നു. പിന്നെ നിറച്ച് മുഷറുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ തുള്ളലും ചാട്ടമൊക്കെ മുഷർ മേത്ത് കയറിയിട്ടാണ്. കാരണം ആ ഒരു ചെത്തി ഫുള്ള് വാടിപ്പോയി. അപ്പോൾ അതിനകത്തോട്ട് മുഷർ ഡാൻസും പാട്ടുമൊക്കെ അത് കറക്റ്റായിട്ട് ആ തുള്ളുന്ന ഫുള്ള് മുഷർ കയറിയിട്ട് നിറയെ മുഷറുണ്ടായിരുന്നു. ഞാൻ ആ ഏരിയയിലോട്ടൊന്നും പോയില്ല, കാരണം എന്നെ ഉറുമ്പ് എവിടെ കണ്ടാലും കടിക്കും. ഉറുമ്പെന്നല്ല, എന്തെന്നാലും എന്നെ എവിടെ കണ്ടാലും കടിക്കും. അപ്പം കണ്ണൻ പറയുന്നത് ഞാൻ ഭയങ്കര പഞ്ചാര ആയതുകൊണ്ടാണ് എന്നെ ഇങ്ങനെ കടിക്കുന്നതെന്നാണ്. പിന്നെ ഞാൻ വീഡിയോ എടുക്കുന്ന ആളാണല്ലോ, അപ്പോൾ ഇന്ന് ഞാൻ വീഡിയോ എടുക്കുന്നതുകൊണ്ട് അമ്മയ്ക്കിട്ടൊക്കെ കടി കിട്ടി. ചിന്നുവിനെ മൊത്തം കുളിപ്പിച്ചെന്ന് തോന്നുന്നത് മുഷറെല്ലാം കൂടി. മുഷറാണോ അതോ ഉറുമ്പാണോ എന്ന് കണ്ടില്ല, എന്തോ കറുത്ത കളറിലൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ മുഷറും ഉണ്ടായിരുന്നു. പിന്നെ ചെറിയ സൈസിൽ മണി പ്ലാന്റും പറിച്ചു. അപ്പോൾ അത് അകത്ത് വെക്കണം. പുള്ളിക്കാരി പറഞ്ഞു, അന്ന് ഞാനൊരു സെറാമിക്കിൻ്റെ ബോട്ടിൽ കൊണ്ടുവന്നായിരുന്നു. ബോട്ടിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ എന്തോ ശിവാസോ അങ്ങനെ എന്തോ ഒരു ബോട്ടിലുണ്ടായിരുന്നല്ലോ, ഒരു പണി സൈറ്റിൽ നിന്ന് ഉണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് ഒരു പരുന്തിൻ്റെ തൂവലാണ് ഞാൻ വെച്ചത്. അതെനിക്കിതുപോലെ പറമ്പിൽ നിന്ന് കിട്ടിയതാണ്. അപ്പോൾ പരുന്തിൻ്റെ തൂവല നമ്മൾ കൊണ്ടുവന്ന് വെച്ചു. അപ്പോൾ അത് മാറ്റിയിട്ട് നമുക്ക് മണി പ്ലാന്റ് സെറ്റ് ചെയ്യാം. പിന്നെ എൻ്റെ ഒരു ഗ്ലോബ് ഇരിക്കുന്നുണ്ടായിരുന്നു, അതിനകത്തൊക്കെ മീനുണ്ടായിരുന്നു. ഇത് നമ്മുടെ നീലാമരി ആയിട്ടോ, അത് കണ്ട സന്തോഷത്തിൽ ഞാൻ എടുത്തതാണ്. അപ്പോൾ ഇതൊക്കെ ഇവിടെ ഇട്ടിട്ടുണ്ടെങ്കിൽ അച്ചായി ഉറപ്പായിട്ടും ചെയ്ത് കളിക്കും, കാരണം ഈ പറമ്പിൽ മാത്രം മണി പ്ലാന്റ് അങ്ങനെ പിടിച്ചിട്ടില്ല. അപ്പോൾ ഇതെല്ലാം ഇനി വെള്ളത്തിൽ കൊണ്ടുവച്ച് എന്തൊക്കെയോ, വെള്ളത്തിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല, അതിന് മാത്രം നമ്മുടെ വീട്ടിലുണ്ട്. ഞാൻ നോക്കുമ്പോഴത്തേക്കും പുള്ളിക്കാർ തിരിഞ്ഞിരുന്നു എന്തോ ആവശ്യത്തിൽ ചെയ്യും. അതെ, ഇതാണ് ഞാൻ പറഞ്ഞ ആ ശിവാസിൻ്റെ ബോട്ടിലെ. പക്ഷെ നല്ല ഭംഗിയുണ്ട് കേട്ടോ ഇതിങ്ങനെ വെച്ചിട്ട്. ആ ഡൈനിങ് ടേബിളല്ല, ആ ടീപ്പോയിൽ കൊണ്ട് വയ്ക്കുമ്പോഴും നല്ല രസമുണ്ട്. ഇത് പിന്നെ വലിയ കുഴപ്പമില്ല, തരക്കേടില്ല എന്ന് പറയാം, എന്നാലും രസമുണ്ട് കാണാനായിട്ട്. ഇനി ഇത് വെക്കാനും അറേഞ്ച് ചെയ്യാനൊക്കെ കുറച്ച് സ്ഥലങ്ങളൊക്കെ കണ്ടെത്തണം. അതുപോലെ വേറെ കുറച്ച് പോട്ടും കാര്യങ്ങളൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട്, അതെല്ലാം ഇനി വരണം. അപ്പം അതിന് വേണ്ടിയുള്ള കാര്യങ്ങൾ, പിന്നെ എന്തോ പോട്ടിംഗ് മിക്സൊക്കെ സെറ്റ് ചെയ്യണം. അപ്പോൾ എല്ലാം നമുക്ക് വഴിയേ കാണാം കേട്ടോ.